ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്റെ പ്രിയ കൂട്ടുകാരൻ, സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികം ഈ വരുന്ന 2026 ഫെബ്രുവരി 4 മുതൽ 8 വരെയുള്ള തീയതികളിൽ വളരെ വിപുലമായ പല പരിപാടികളോടുകൂടി ഒരു അന്താരാഷ്ട്ര സ്വഭാവത്തിലുള്ള ഒരു പൊതുസമ്മേളനത്തോടുകൂടി സമാപിക്കപ്പെടും. അതിൻ്റെ മുന്നോടിയായിക്കൊണ്ട് പ്രവർത്തകരും നേതാക്കന്മാരും ഒക്കെ ആവശ്യപ്പെട്ടതനുസരിച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് ഈ വിനീതൻ്റെ നേതൃത്വത്തിൽ ഒരു ശതാബ്ദി സന്ദേശയാത്ര ആവശ്യമാണെന്ന് നിർബന്ധമായി ആവശ്യപ്പെട്ടപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട്ടിലെ നാഗർകോവിൽ നിന്ന് ആരംഭിച്ചു. കർണാടകയിൽ മാംഗ്ലൂർ അവസാനിപ്പിക്കുന്ന ശതാബ്ദി സന്ദേശയാത്രയുടെ 2ാം ദിവസം ഇവിടെ തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. അവിടെ സത്താറുണ്ട്. അതിന്ന് പുത്തിരികണ്ടം മൈതാനിയിൽ വൈകുന്നേരം 4 മണിക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അവർകൾ ഉദ്ഘാടനം ചെയ്യും. കെ മുരളീധരൻ ഇവിടെ ഈ പ്രദേശത്തിൻ്റെ MP ആണ്. കെ മുരളീധരൻ MP മുഖ്യാതിഥിയായി പങ്കെടുക്കും. പിന്നെ പിന്നെ ആരാണ് മുഖ്യാതിഥികൾ? പിന്നെ അധ്യക്ഷൻ ഇവിടെ ഈ പ്രദേശത്തുള്ള സമസ്തയുടെ നേതാവ് ഷാജഹാൻ ദാരിമി ആയിരിക്കും. സ്നേഹപ്രഭാഷണം സ്വാമി ഗുരുരത്നം ജ്ഞാന തപസി അവർ നടത്തും. പിന്നെ ഓണംപള്ളി മുഹമ്മദ് ഫൈലി, മുജിത്തബ ഫൈലി, അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവ് അടക്കമുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമയോട് ബന്ധപ്പെട്ട നേതാക്കന്മാർ പ്രസംഗിക്കും. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ സെക്രട്ടറിയും വിദ്യാഭ്യാസ ബോർഡിൻ്റെ ജനറൽ സെക്രട്ടറിയായ MT അബ്ദുൽ മുസ്ലിയാർ അടക്കമുള്ള സമസ്തയുടെ നേതാക്കന്മാരും പങ്കെടുക്കും. ഇവിടെ സൂചിപ്പിച്ചതുപോലെ മറ്റ് സാദാത്തുക്കളും പണ്ഡിതന്മാരും സമസ്ത കേരള ജമിയത്തുൽ ഉലമയോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അതിൻ്റെ പ്രവർത്തകരും മറ്റൊക്കെ പങ്കെടുക്കുന്ന ഒരു വലിയ സ്വീകരണ യോഗമായിരിക്കും പുത്തിരികണ്ടം മൈതാനിൽ വെച്ചുകൊണ്ട് നടത്തപ്പെടും. പിന്നെ ഇന്ന് രാത്രി അതേപോലെ കൊല്ലത്താണ് ഇതിൻ്റെ സമാപനം. അതിൻ്റെ കൊല്ലത്ത് എഴുതി കൊണ്ടുവരാൻ പറയും. അത് കൊല്ലത്ത് ആരാണ് അവിടെ അവിടെ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. NK പ്രേമചന്ദ്രനായിരിക്കും അവിടെ യോഗ ഉദ്ഘാടനം ചെയ്യുക. പിന്നെ മറ്റ് ആരൊക്കെയാണ് മുഖ്യാതിഥികൾ? അത് അടുത്ത് പ്രഖ്യാപിക്കുക. കുറച്ച് സമയത്തിന് ശേഷം. നിങ്ങൾക്ക് വല്ല സംശയങ്ങളുണ്ടെങ്കിൽ ഒക്കെ ചോദിക്കാം.
അത് പറയാം. സമസ്തയും ലീഗും തമ്മിലൊരു ഇഷ്യൂ ഇല്ല. ഉദ്ഘാടനത്തിന് അയാൾ ക്ഷണിക്കപ്പെട്ടതായിരുന്നു. ആരെ? ഖാദിർ മൊയ്തീൻ സാഹിബിനെ. പിന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങളായിരുന്നു ഉദ്ഘാടനത്തിന് ക്ഷണിച്ചിരുന്നത്. സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് ഉദ്ഘാടനത്തിന് എത്തിപ്പെടാൻ ചില പ്രയാസങ്ങളുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ അനുജൻ അബ്ബാസ് അലി ശിഹാബ് തങ്ങളെ ക്ഷണിച്ചിരുന്നു. ഞാൻ നേരിട്ടാണ് ക്ഷണിച്ചത്. അങ്ങനെ ക്ഷണിച്ച അയാൾ പങ്കെടുക്കാമെന്ന് എന്നോട് സമ്മതിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഓഫീസുമായിട്ട് ബന്ധപ്പെടാൻ പറഞ്ഞു. ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അയാൾക്ക് ഇങ്ങോട്ടും അങ്ങോട്ടുള്ള ടിക്കറ്റുകളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ മൂപ്പർക്കും എന്തോ സാങ്കേതിക പ്രശ്നം ഉണ്ടായി. ഖാദിർ മൊയ്തീൻ സാഹിബ് അതിന് അയാൾക്ക് സുഖമില്ല എന്ന് പറഞ്ഞു, എന്നാലും പങ്കെടുക്കാമെന്ന് പറഞ്ഞു. അയാൾക്ക് നമ്മൾ ടിക്കറ്റ്, ഇങ്ങോട്ടുള്ള ടിക്കറ്റും അങ്ങോട്ടുള്ള ടിക്കറ്റും താമസിക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്തതിന്. പിന്നെ മൂപ്പര് വിളിച്ചു പറഞ്ഞ് വരാൻ കുറച്ച് പ്രയാസമുണ്ടെന്ന്. അതങ്ങനെ അങ്ങനെ എല്ലാവർക്കും ഉണ്ടാവാമല്ലോ. അത് ലീഗും സമസ്തയും തമ്മിലുള്ളതായ എന്തെങ്കിലും പിന്നെ പണക്കത്തിൻ്റെ ഒരു ഭാഗമല്ലത്. അങ്ങനത്തെ ഒരു പണക്കോട്ടില്ലാണ്. ഏതൊന്നും മൂപ്പരാളതിൻ്റെ ചെയർമാന്, ഇതിൻ്റെ മുഖ്യ രക്ഷാധികാരി. അല്ല, അതിനൊന്നും പ്രശ്നം ചെയ്യാന്നല്ലേ അവരും പറഞ്ഞത്. അവർക്ക് ഈ കൊള്ളണമെന്ന് അവർക്കും ആഗ്രഹമില്ലല്ലോ. ഞങ്ങൾക്കറിയില്ല അങ്ങനെ ഉണ്ടോയെന്നുള്ളത്. പല ലീഗുകാരും നമ്മളെ സഹായിച്ചിട്ടുണ്ടല്ലോ അതിന് യാത്രയുടെ ഭാഗമായിട്ട്. അവർ സഹകരിക്കുന്നുണ്ട്. അപ്പോൾ പാണക്കാട് കുടുംബം തന്നെ മൂപ്പര് പാണക്കാട് കുടുംബത്തിൽപ്പെട്ട ആളാണ്. പിന്നെ ഹൈദരലി തങ്ങളെ മകണ്ട് മൊയ്നലി ശിഹാബ് തങ്ങൾ ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും സഹകരിക്കുന്നുണ്ട്. പിന്നെ എപ്പോഴും എല്ലാവർക്കും സഹകരിക്കാൻ പറ്റൂലല്ലോ. ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. മുമ്പ് ഏറ്റ ചില പരിപാടികളുണ്ടാവും. എനിക്കറിയില്ല അങ്ങനെ ഉണ്ടെന്നുള്ളത്. എൻ്റെ പ്രസ്താവന അപ്പുറത്തുള്ള പ്രസ്താവന അതിന് ഞാൻ പ്രതികരിച്ചിട്ടില്ലല്ലോ. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, അകൽച്ചില്ലല്ലോ. നമ്മളോട് ക്ഷണിച്ചിട്ടുണ്ടല്ലോ. അവർ വന്നിട്ടില്ലാന്നല്ല, അവർക്കിപ്പോൾ ക്ഷണിച്ച എല്ലാവർക്കും. ഇപ്പം നിങ്ങളൊരു കല്യാണത്തിന് ക്ഷണിച്ചാൽ ഞങ്ങൾക്ക് ചിലപ്പോൾ വരാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് നിങ്ങളെ സുഹൃത്ത് പറയണം അവനേറ്റ് പണക്കാമെന്ന് ആരെയും പറയും. പണക്കം കൊണ്ട് പോകാതിരിക്കുക, അത് വേറൊന്ന്. വേറെ നിങ്ങൾക്കൊരു അസുഖം ഉണ്ടായി, അതല്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ പറ്റാത്ത ഇതിനേക്കാൾ പ്രധാനമായി ചെയ്യേണ്ട വല്ല കാര്യങ്ങളുണ്ടാവും. അപ്പം നിങ്ങൾ വരാതെ പോലും അത് പണക്കല്ല. അത് എന്നോട് ചോദിക്കേണ്ടതല്ല, അത് രാഷ്ട്രീയക്കാരോട് ചോദിക്കുക. അവരതിന് മറുപടി പറഞ്ഞു. ഞാൻ രാഷ്ട്രീയക്കാരനല്ലല്ലോ. സമസ്തയ്ക്ക് ഔദ്യോഗികമായി ഒരു രാഷ്ട്രീയമില്ല. വ്യക്തികൾക്ക് രാഷ്ട്രീയം ഉണ്ടാവും. ആ രാഷ്ട്രീയം അനുസരിച്ച് പോലെ പ്രവർത്തിക്കുകയും ചെയ്യും. അത്രേ ഉള്ളൂ. അത് മുമ്പേ ഉള്ള സമസ്ത തുറന്നു പോകുന്നത് നയാണ്. സമസ്ത എന്ന് പറഞ്ഞാൽ ഇവിടെ രാഷ്ട്രീയത്തിന് വേണ്ടിയല്ല സമസ്ത നിലകൊള്ളുന്നത്. സമസ്തയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ആത്മീയമായി അവരെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരിക, ഇവിടുത്തെ മതസൗഹാർദ്ദം അത് തകർക്കപ്പെടാത്ത നിലക്ക് സൂക്ഷിക്കുക, മറ്റ് ചാരിറ്റി പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ പോലത്തെ സംഗതികളൊക്കെ ചെയ്യുക. അതാണ്. പിന്നെ സമസ്ത അത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ ഞങ്ങളും അതേമായി മത്സരിക്കൂലേ. ഞാൻ ശ്രദ്ധിച്ചില്ല. ആയിരിക്കണത്
നമ്മളങ്ങനെ ശ്രദ്ധിച്ചില്ല. അങ്ങനെ ഇവിടെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഒരു മുസ്ലിം വിരുദ്ധ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധ നിലപാടാണ് അവർക്കുള്ളതെന്നുള്ള അഭിപ്രായം നമ്മൾക്കില്ല. അല്ല അത് അല്ല നമുക്ക് ആശങ്കയൊന്നും ഇല്ലായില്ലേ. ഇതിപ്പോൾ ആർക്കും ഇഷ്ടമുള്ളപ്പോൾ യാത്ര ചെയ്യാലോ. പക്ഷെ അതുകൊണ്ടുണ്ടാവുന്ന പിന്നെ ഗുണവും നഷ്ടവും ലാഭമൊക്കെ ഓരോരുത്തരും അനുഭവിക്കും, അത്രേ ഉള്ളൂ. അത് പൊതുജനം എങ്ങനെ ഇതിനെ വിലയിരുത്തലും അതുപോലെ ആയിരിക്കും. അല്ലാതെ ഇപ്പോൾ നമുക്കിപ്പോൾ മുഖ്യമന്ത്രിയോട് പറയാൻ പറ്റും നിങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ്റെ ഒപ്പം യാത്ര പോകാൻ പാടില്ലാന്ന്? വെള്ളാപ്പള്ളി നടേശനോട് പറയാൻ പറ്റുമോ നിങ്ങൾ മുഖ്യമന്ത്രിൻ്റെ ഒപ്പം യാത്ര പോകാൻ പാടില്ലാന്ന്? അത് ആരൊപ്പം ഇഷ്ടമുള്ളവരൊപ്പം യാത്ര ചെയ്യാലോ. ഏത് പ്രസ്താവന? അതിപ്പോൾ കുറേ കാലമായാലും അയാൾ തുടങ്ങിയിട്ട് നമ്മളത് അറിയിക്കണ നിലക്ക് അതിൻ്റെ അവജ്ഞയോടുകൂടി തള്ളാന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആ അത് നിങ്ങൾ മുഖ്യമന്ത്രിനായിട്ട് എന്നും നിങ്ങൾ പത്രസമ്മേളനം നടത്തുന്നുണ്ടല്ലോ, മൂപ്പരോടാണ് ചോദിക്കേണ്ടത്. എന്ന് മുഖ്യമന്ത്രിൻ്റെ ഒരു പ്രസ്താവന എന്നും ഉണ്ടാവുമല്ലോ. തിരുവനന്തപുരത്താണ് നിങ്ങളും മൂപ്പരൊക്കെ ഉള്ളത്. അത് എന്നോട് ചോദിച്ചു, എനിക്കതിൽ അഭിപ്രായമൊന്നുമില്ല. അത് മൂപ്പരാണ് ഇതിന് പ്രതികരിക്കേണ്ടത്. മൂപ്പരോട് ചോദിക്കുക. അതൊക്കെ ഞാൻ മുമ്പ് മറുപടി പറഞ്ഞാണ്. ഇപ്പോൾ അല്ല, തെരഞ്ഞെടുപ്പിൽ എടുക്കുന്നതിനെ പറ്റി ഞങ്ങളോടല്ല ഞാൻ പറഞ്ഞല്ലോ. അവരോട് ജമാഅത്തെ ഇസ്ലാമി എന്നല്ല, ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും മുജാഹിദ് പക്ഷമാണെങ്കിലും തബ്ലീഗ് ജമാഅത്ത് തുടങ്ങിയ എല്ലാ പാർട്ടികളോടും ആശയപരമായിട്ട് സമസ്തക്ക് വിയോജിപ്പുണ്ട്. അതിപ്പോൾ നമുക്ക് അതിലൊന്നും പറയാൻ പറ്റില്ല. ഓരോരുത്തർക്കും അവർക്ക് സ്വന്തം രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുക, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടിനോട് അവർക്ക് ഒപ്പം നിന്നും കൊണ്ട് പ്രവർത്തിക്കുക. അതിപ്പോൾ നമ്മളെന്താ പറയേണ്ടത്? ഇതൊരു സ്വതന്ത്രമുള്ള രാജ്യമല്ലേ, എല്ലാവർക്കും ഇഷ്ടമുള്ളോണം ചെയ്യാമല്ലോ. പിന്നെ ഇനിയിപ്പോൾ നമ്മളെ അഭിപ്രായം പറഞ്ഞാൽ നമ്മൾ അഭിപ്രായം പറഞ്ഞ ഞാൻ എന്താവും അറിയോ, ഞാൻ പിന്നെ ഒരു പരിഹസിക്കപ്പെട്ടവരാവും, അതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനത്തേലൊന്നും അഭിപ്രായം പറയില്ല. ജമാഅത്തെ ഇസ്ലാമിൻ്റെ രാഷ്ട്രീയത്തേക്ക് വന്നു അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയക്കാരായിട്ട് അവർ സഖ്യം ചെയ്തു എന്നോ അതൊന്നും പറയേണ്ടത് ഞാനല്ല, ഞാനത് പറയലുമില്ല. സമസ്തത്തിൽ ജമാഅത്തെ ഇസ്ലാമിൻ്റെ സഖ്യം ചെയ്തു എന്ന് ചോദിക്കണം, എന്നോട് ചോദിക്കാം. അല്ല അതല്ല പറയണത്. അങ്ങനത്തെ ഒന്നും സംഭവിച്ചാൽ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾ അല്ല അതുണ്ടാവുമോ എന്ന് ചോദിച്ചാൽ അതിപ്പോൾ വരാൻ പോണ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. ആശയപരമായി എതിർപ്പുള്ള രണ്ട് സംഘടനകളല്ലേ, പിന്നെ ഉണ്ടാവില്ല. അതാണ് ഞങ്ങളോട് പറഞ്ഞത്. അതിനോട് ചോദിക്കാമെന്ന്. അങ്ങനെ സംഭവിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എന്ത് എങ്ങനെ ഉണ്ടാവാൻ കാരണം എന്ന് ചോദിക്കാം. അല്ല, അടുപ്പത്തിൻ്റെ പിന്നിൽ ന്യൂനപക്ഷ അവകാശങ്ങളെ സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ അടുപ്പം. എത്രമാത്രം സംരക്ഷിക്കപ്പെടുന്നുണ്ടോ ഇല്ല എന്നുള്ളതല്ല. ന്യൂനപക്ഷ അവകാശങ്ങൾ, മുസ്ലിങ്ങളടക്കമുള്ള ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ഗവൺമെൻറ് സംരക്ഷിക്കണം. അതിനുവേണ്ടി പെടുന്ന ഗവൺമെൻറ്റുമായിട്ട് നമ്മൾ എന്താവലുണ്ട്, സൗഹാർദ്ദത്തിൽ പോകലുണ്ട്. അതിൻ്റെ ഒരു ഭാഗം അത്രേ ഉള്ളൂ. അത് UDF വന്നാലും LDF വന്നാലും വേറെ ഏത് ഗവൺമെൻറ് വന്നാലും ഒക്കെ അങ്ങനെ തന്നെ. പിന്നെ കൊല്ലത്ത് നമ്മളെ പരിപാടിൻ്റെ ഇങ്ങനെയാണ്. അധ്യക്ഷൻ അവിടുത്തെ പ്രസിഡന്റാണ് സെയ്ദ് മൊഹസിൻ കോയ തങ്ങളാണ്. കൊടിക്കുന്നിൽ സുരേഷ് MP ആണ് അവിടുത്തെ പിന്നെ ഉദ്ഘാടകൻ. MK പ്രേമചന്ദ്രൻ മുഖ്യാതിഥിയാണ്. പിന്നെ MT അബ്ദുൽ മുസ്ലിയാർ, സെയ്ദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ, ഹമീദ് അലി ശിഹാബ് തങ്ങൾ, പിന്നെ നാസിർ ഫൈസി കൂടത്തായി, സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പോയ, സുഹൈൽ ഹൈത്തമി, ഇവർ പ്രസംഗിക്കുകയും ചെയ്യും.
നോക്കണേ. അതുപോലെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അത് മാത്രമല്ല, പിന്നെ അവിടുന്ന് ഇറങ്ങണ കുട്ടികൾക്ക് ഇയാളിട്ടോ ഇവര് മുഷാവറ മെമ്പറായി കൊടുന്ന ഇയാളുണ്ടല്ലോ, മൂപ്പര് പറയാ എന്താ പറയണത്, അയാളോട് ചോദിക്കാൻ ഒരുത്തൻ ചോദ്യം ചോദിക്കാനൊക്കെ അയാൾ ഉണ്ടാക്കുന്ന ആൾക്കാർ തന്നെയാണ്. അതാണ് ഇവര് ഒരു ബിസിനസ്സാണ് അവർക്ക് പല കാര്യത്തിലുള്ളത്. ഇരിക്കട്ടെ, ഏതായിരുന്നാലും ചോദിക്കുകയാണെന്ത്, ദാറുൽ ഹുദയിലെ കുട്ടികൾക്ക് ഇപ്പൊ ഏതായാലും നേവൊന്നും അറിയില്ല. അപ്പൊ അതുകൊണ്ട് അവിടുത്തെ കുട്ടികൾക്ക് ജോലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണോ ഈ 110 കോടിന്റെ ചാനൽ തുടങ്ങിയത്? അപ്പൊ വരെ പുതിയ അവതാരം പറയണേ അത് ശരി തന്നെയാണ്, അത് ശരി തന്നെയാണ്. ആ ചോദ്യ ഉത്തരങ്ങളൊന്ന് കേട്ടോളൂ. പറഞ്ഞ കേട്ടിടത്തോളം ഇപ്പൊ ഹുദവികൾക്ക് ഒരു ജോലി കൊടുക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റിലായിരിക്കുമോ ഇവര് ഈ ചാനൽ കൊണ്ടുവരുന്നത്? തീർച്ചയായും ഉദവികൾക്ക് ജോലി കൊടുക്കാൻ, കാരണം അവർക്ക് ഇനിയിപ്പോ വേറെ കിതാബ് ഓതി കൊടുക്കാൻ അവർക്ക് കഴിയില്ല എന്നുള്ള ഏറ്റവും വലിയ തെളിവാണല്ലോ ആളെ സനന്തു മിന്നി അന എന്നുള്ള ആ ഒരു ഉസ്താദ് തന്നെ. നെഹു അറിയില്ലെങ്കിൽ പിന്നെ കിതാബ് ഓതി കൊടുക്കാൻ പറ്റൂലല്ലോ. അപ്പൊ ആ കുട്ടികൾക്ക് നെഹു സർഫ് അറിയില്ല, ഇമാതിരിയുള്ള തോന്നിവാസങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് അതിനൊരുക്കി കൊടുക്കുന്ന ഒരു കൂടാരമായിരിക്കുമോ ഈ ചാനൽ സമുച്ചയം എന്നാണ് ഇപ്പൊ നമുക്ക്. തീർച്ചയായും അങ്ങനെ തന്നെയാണ് വരിക. ചാനൽ സമുച്ചയത്തിന്റെ പരിപാടികളിൽ ഇത്തരം പരിപാടികളിൽ ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ, ചെറുശ്ശേരി മാറ്റി വെച്ചാൽ പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെയാണ് ഈ ചാനലിലുള്ളത്. ഷേറെ മുബാറക് വിരോധികൾ അവരാണ്. അതുപോലെ നന്മകളെ സർവ്വതിനെയും അടച്ചാക്ഷേപിക്കുന്ന ആളുകളും അവരാണ്. 10 കൊല്ലം 15 കൊല്ലം മുമ്പ് ബിദഅത്തുകാർ കൊണ്ടുവന്നതൊക്കെ ഇപ്പോ ജമാഅത്ത് ഇസ്ലാമിയാണ് നാടകവും സിനിമയും കൊണ്ടുവന്നത്. ജമാഅത്ത് ഇസ്ലാമിയുടെ പത്രത്തിലാണ് അഭിമുഖം നൽകിയത് നദ്വി സാഹിബ്. ഈ നദ്വി സാഹിബും ഇങ്ങനെ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ വളരെ ഒരേ തൂവൽ പക്ഷികൾ ഒരുമിക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ ഏറ്റവും യോജിച്ച ഒരു വഴിയാണത്. ഓന്റെ മനുഷ്യ നിങ്ങളൊക്കെ തൊലിക്കട്ടി സമ്മതിക്കണം. ഈ എന്തിനാ കൂടാരത്ത് പോയിട്ടിരിക്കുന്നത്? തായ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൊരു മനുഷ്യൻ. ഇതൊക്കെ ഞാൻ അയാളെന്താ പറയാ, നിങ്ങൾ ആലോചിച്ച് നോക്കുന്നത്. അതാണ് ഞാൻ ജമാഅത്തെ ഇസ്ലാമിനോ, അത് ശരിയാണ്. ഈ നദ്വി എന്ന് പറയുന്ന ഈ ഡോക്ടർ ഉണ്ടല്ലോ, അയാൾ അഭിമുഖം കൊടുക്കലേതില്ല, മാധ്യമത്തിലാണ്. മാധ്യമക്കാരാണ്. ഇപ്പൊ നോക്കി നിങ്ങൾ, ഞാൻ വേറൊരു കാര്യം പറയാം. ഒരുപക്ഷെ ഇവിടുത്തെ പിന്നെ ചേളാരി സമസ്തയിലെ അതിനെ സ്നേഹിക്കുന്ന കുറെ മനുഷ്യന്മാർ പരിപാടി കേൾക്കുന്നുണ്ടാവുമല്ലോ. നമ്മളെ മദ്രസയിലെ മൊയ്ലിയക്കന്മാരെ പിടിച്ചും കുട്ടികളെ പിടിച്ചിട്ടും ഇവരൊരു പത്രത്തിന്റെ പരിപാടി തുടങ്ങിയത്. അത് നവംബർ 1 ഇറങ്ങേണ്ട പത്രമാണ്. വിളിച്ചുണർത്താനും, പക്ഷെ ആരും വിളിച്ചതുമില്ല, വിളി കേട്ടതുമില്ല. പക്ഷെ ഓല് തീരുമാനിച്ചെന്താ, നവംബർ 1 ആഗസ്റ്റ് 1 മാറ്റിയ വിവരമാണ് പിന്നെ നമ്മൾ അറിയുന്നത്. ഇരിക്കട്ടെ, ഏതായിരുന്നാലും ഒരു പത്രം ഇറങ്ങുമ്പോൾ കുറെ കഷ്ടപ്പാടൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അതല്ല, നമ്മളാണ് ഇപ്പൊ ഒരു പത്രം ഇറക്കാൻ വിചാരിച്ചത് വെക്കുക. എന്തെങ്കിലും ചില കാരണങ്ങളെ കൊണ്ട് പറഞ്ഞ ദിവസത്തിൽ അത് ഇറങ്ങിയില്ലെങ്കിൽ കേരളത്തിൽ എന്താ ഉണ്ടാകാറിയോ? പത്രവിശദീകരണം. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പത്രവിശദീകരണം. പിന്നെ ഞങ്ങൾക്ക് നിങ്ങളെ മാതിരിയുള്ള സ്വഭാവം ഇല്ലാത്തോണ്ടേ ഞങ്ങൾക്കറിയില്ലേ. ഇനിയിപ്പോ നിങ്ങൾ പറഞ്ഞ ഡേറ്റിൽ ഇറക്കാൻ കഴിയുന്നു, അതും ഞങ്ങൾക്കറിയാം. ഇറക്കാൻ. പക്ഷെ ഞാൻ പറയുന്ന വിഷയം അതല്ല. സഹോദരങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ പത്രം ഇങ്ങനെ സ്വന്തം ഒരു പത്രം, സത്യത്തിൽ ഓൾക്കൊരു പത്രം ഉണ്ടല്ലോ, ചന്ദ്രിക, അങ്ങനെയല്ലേ ഉണ്ടായിരുന്നത്. ഇപ്പൊ അവര് പറയുന്നത് ചന്ദ്രികയും ഞങ്ങൾ ഒഴിവാക്കുന്നുണ്ട് എന്നുള്ളതാ. ഇരിക്കട്ടെ, ഏതായിരുന്നാലും സ്വന്തം ഒരു പത്രം. ചന്ദ്രിക ഉണ്ടാവുമ്പോൾ എന്തിനാ ചേലാരിക്കാർക്ക് വേറൊരു പത്രം? അതിന്റെ ഒരു ആവശ്യമില്ലല്ലോ. അതല്ല മുജാഹിദീങ്ങളുടെ പത്രം ഇറക്കാത്തത്. ഓരോ സംബന്ധിച്ചിടത്തോളം ചന്ദ്രിക ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മുജാഹിദീങ്ങൾക്ക് ഒരു പത്രം ആവശ്യമില്ല. പിന്നെ അതിന്റെ ആവശ്യമില്ലാതെ ഇറക്കി നോക്കിയതാണ് ഒന്ന്. അതിന്റെ ഒരു വർത്താനം ഇപ്പൊ എവിടെയും കേൾക്കണില്ല. അതിന്റെ ഒരു വർത്താനം എവിടെയില്ല. ഇരിക്കട്ടെ, ഏതായിരുന്നാലും ഈ സ്വന്തം ഒരു പത്രം എന്ന ആശയം ഇവരെ പഠിപ്പിച്ചത് ആരറിയോ? ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞു എന്ത്, ഇവരെ വെച്ചിട്ട് ജമാഅത്തർക്ക് ചില കളിയുണ്ട്. അതെന്താ? ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ ഒരു പൊളിറ്റിക് പാർട്ടി ആയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ചില വോട്ടുകളൊക്കെ കിട്ടണമെങ്കിൽ ഇവരെ സുഖിപ്പിച്ച് പതുക്കെ ഇവരെ ചാക്കിട്ട് വലിക്കണം എന്നുള്ള അവര് നന്നായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ ചില ശ്രമങ്ങളിൽ ഇവർ ഇതിനകം വീണുപോയിട്ടുമുണ്ട്. അങ്ങനെയാണ് സ്വന്തം ഒരു പത്രം എന്നൊരാശയം ചേളാരി സമസ്തയിൽ ഉദിച്ചു വരുന്നത്. നോക്കൂ നിങ്ങൾ, ചന്ദ്രിക ദിനപത്രത്തെ സംബന്ധിച്ച് ചേളാരി മൊയ്ലേക്കന്മാര് എത്ര സ്ഥലത്താണ് ഒരു ചന്ദ്രിക വരുന്ന സ്ഥലം നോക്കിയിട്ട് പതുക്കെ അത് നിർത്താനും പെട്ടെന്ന് പറയരുത്, എന്തൊക്കെയോ നിർദ്ദേശം നോക്കണങ്ങള്. പെട്ടെന്ന് നമ്മൾ ചന്ദ്രിക്കെതിരാന്ന് തോന്നണ്ട, പിന്നെ ചന്ദ്രികയും വരുത്തണം ഇതും വരുത്തണം എന്നൊക്കെ ഫസ്റ്റ് പറയാ, പിന്നെ പതുക്കെ ചന്ദ്രിക
ചന്ദ്രിക ഒഴിവാക്കിപ്പിക്കുക. പിന്നെ നമ്മളെ പ്രഭാതമായിട്ട് നമുക്ക് അവിടെ ഇങ്ങനെ ഇരിക്കാം. ഇതായിരുന്നു അവരുടെ പ്രചരണം. അങ്ങനെ ചന്ദ്രികക്കെതിരെ അവരെ മൊയ്ലിയേക്കന്മാര് വളരെ ശക്തമായ ഭാഷയിൽ തന്നെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് നിങ്ങൾ കേട്ടോളൂ. ആരോപണമല്ലതൊക്കെ കേട്ടോളൂ നിങ്ങൾ. SKSSFന്റെ പ്രവർത്തകന്മാർ കൂടുതലായൊന്നും സംസാരിക്കുന്നില്ല, അതിന് സമയമില്ല. നമ്മള് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത് എന്നാണ് നമ്മളെക്കുറിച്ച് ആരോപിക്കപ്പെടുന്നത്. നിങ്ങൾ വോട്ട് ചെയ്തില്ലേ? സത്യക്കടവും നമ്മൾ പറയുന്നില്ല. പത്രക്കാരും മാധ്യമക്കാരും ഒക്കെ നമ്മൾ UDF-കാരാണ് എന്നാണ് എഴുതാറ്. ആ വസ്തുത അവരെ മുഖത്ത് നോക്കി തന്നെ നമ്മൾ പറയാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എന്തു പേച്ചു? നിങ്ങൾക്ക് പഴവേ ഉള്ളൂ. ഈ രാജ്യം ഭരിക്കുന്ന UDF അവരെ അധികാരത്തിലേറ്റാൻ എല്ലാം മറന്നുകൊണ്ട് പ്രവർത്തിച്ച ഈ വിഭാഗത്തെ, അന്നൊക്കെ മറുഭാഗത്തിന്റെ പണി എന്തായിരുന്നു? ഈ UDF-നെ തോൽപ്പിക്കാൻ വേണ്ടി നാടുനീളെ ഷെഡിന്മേൽ ജാഥ നടത്തി. എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. ചാടിക്കളിച്ച് ഇവിടെ ജാഥ നടത്തിയത് ഞങ്ങളല്ലേ. ഇന്നും അവർ മുസ്ലിം ലീഗിനെതിരാണ്. കോൺഗ്രസിലെ ആര്യാടൻ കോൺഗ്രസിന്റെ അനുകൂലമായിരിക്കും. UDF എന്ന് പറഞ്ഞാൽ ആര്യാടൻ കോൺഗ്രസും കുഞ്ഞാലിക്കുട്ടിയും ലീഗും ഒക്കെ കൂടിയതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങള് മറ്റൊന്നും പഠിച്ചിട്ടില്ല, മറ്റൊന്നും ആലോചിച്ചിട്ടുമില്ല. അറിയില്ല. സംസ്ഥയുടെ രാഷ്ട്രീയം നമുക്കറിയാം. ഒരു പ്രത്യേക രാഷ്ട്രീയത്തോട് കൂടുതൽ ബന്ധമോ കൂറോ അതുപോലെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയോട് വിരോധമോ ഇല്ല എന്നുള്ളതാണ് സംസ്ഥയുടെ നയം. അതെപ്പോഴും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്തും അല്ലാത്തപ്പോഴൊക്കെ പ്രഖ്യാപിക്കാറുണ്ട്. എന്നാൽ കാന്തപുരം നയപ്രഖ്യാപനം നടത്തിയ എല്ലാ തെരഞ്ഞെടുപ്പുകളയിലും ഞങ്ങളെ സഹായിക്കുന്നവരെ സഹായിക്കുമെന്നാണ് പറയലെങ്കിലും അവരെ സഹായിക്കുന്നത് ഇടതുപക്ഷമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ സഹായിക്കുന്നതോ ഇടതുപക്ഷത്തിൽ ഇത്ര ഒരു സഹായം അവർ കിട്ടിയിട്ടില്ല ഇതുവരെ. ഏറ്റവും കൂടുതൽ സഹായം കിട്ടിയത് ഈ അവസരത്തിൽ ഈ അഫിഡവിറ്റ് തന്നെയാണ്. അതുമാത്രമല്ല, നമ്മളോടുള്ള നയത്തിൽ ഒരുപാട് മാറ്റങ്ങൾ UDF വരുത്തിയിട്ടുണ്ട്. നമ്മൾക്ക് നമ്മുടെ വാർത്തകൾ എഴുതാൻ ഒരു ദിനപത്രമില്ല. ചന്ദ്രിക പത്രത്തെയാണ് നമ്മൾ ആശ്രയിക്കാറ്. ഏറെക്കുറെ മറ്റുള്ളത് എഴുതുന്ന കൂട്ടത്തിൽ കുറച്ച് വലുതാക്കി നമ്മളുടെ എഴുതാറുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ വളരെ പിന്നിലാണ്. ചന്ദ്രികയിൽ നമുക്ക് പ്രവേശനമില്ല. ചന്ദ്രികയുടെ കോളങ്ങളിലൊക്കെ വിദായി പ്രസ്ഥാനക്കാരുടേതുണ്ട്. അതിലും ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. വിദായി പ്രസ്ഥാനം എന്ന് പറഞ്ഞാല് ഇവിടെ ഒന്നും അല്ലല്ലോ. പിന്നീട് ഇപ്പൊ അതിനേക്കാൾ കൂടുതൽ ഈ വിഭാഗത്തിന്റെ സത്യവാങ് കൊടുത്ത ഈ വിഭാഗത്തിന്റെ വാർത്തകൾക്കാണ് മുൻഗണന കൊടുക്കുന്നത്. ചന്ദ്രികയില് കൊടുത്തോ ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷെ ഞങ്ങളെ വാർത്ത അതിന്റെ അടിയിലെങ്കിലും കൊടുക്കണ്ടേ? കൊടുക്കാത്ത അവസ്ഥയാണ്. ഈ സമ്മേളനം, ഈ കൂടിയിരുന്ന പ്രതിഷേധ പരിപാടി, ഇത് മറ്റു പത്രങ്ങൾ കൊടുത്തതുപോലെ ചന്ദ്രിക കൊടുത്തിട്ടില്ല. എന്തിനാ കൊടുക്കണേ? പൈസ കൊടുത്ത് പരസ്യം കൊടുത്താണ് ഇന്നലെ ചന്ദ്രികയിൽ പ്രസിദ്ധീകരിച്ചത്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ കാല ചന്ദ്രിക അങ്ങനെ ആയിരുന്നില്ല. ഈ മാറ്റം നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇതുപോലെ മുസ്ലിം ലീഗിന്റെ അങ്ങനെ ലീഗിനെതിരെയും ചന്ദ്രികക്കെതിരെ ശക്തമായിട്ട് ഇതൊക്കെ ജമാഅത്തേര് പറഞ്ഞെടുത്ത മേത്ര. ജമാഅത്തേര് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇവരെ കൊണ്ട് ഈ മൊയ്ലിയേക്കന്മാർക്കാണെങ്കിലോ അവർക്ക് കുറച്ച് പുറകിലാണല്ലോ എല്ലാ കാര്യത്തിലും. എന്നതിന്റെ പിന്നിൽ ജമാഅത്തേർക്ക് ഇങ്ങനെ ഒരു ഹിഡൻ അജണ്ട ഉണ്ടെന്നോ, ജമാഅത്തെ ഇസ്ലാമി ഒരു ഹിഡൻ അജണ്ട നടപ്പിലാക്കുകയാണെന്നുള്ളതോ ഇവര് തിരിച്ചറിയില്ല. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.